1992 കാട്ടുതീക്ക് ശേഷമുള്ള ഏറ്റവും വലിയ കാട്ടുതീയാണ് ഇപ്പോൾ ജപ്പാനിൽ പടർന്നു പിടിച്ചിരിക്കുന്നത്. തീപിടുത്തമുണ്ടായതിനു ശേഷം ഇവാറ്റയുടെ വടക്കൻ മേഖലയിലെ ഒഫുനാറ്റോ വനത്തിൽ ഏകദേശം 1200 ഹെക്ടറിലേക്ക് തീ പടർന്നതായി അഗ്നിശമന ദുരന്ത നിവാരണ ഏജൻസി അറിയിച്ചു. രാജ്യമെമ്പാടു നിന്നും ഏകദേശം 1700 അഗ്നിശമന സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഏജൻസി അറിയിച്ചു. വലിയ SDF വിമാനങ്ങളുടെ ഇരട്ടിപ്പിക്കൽ ഉൾപ്പെടെ തീ നിയന്ത്രണ വിധേയമാക്കാൻ വിന്യസിച്ചിരിക്കുന്ന ഹെലികോപ്റ്ററുകളുടെ എണ്ണം 15-ലധികമായി ഉയർത്തിയിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം അജ്ഞാതമായി തുടരുകയാണ്. ഇന്ന് യമനാഷിയിലും ഇവാറ്റയിലെ മറ്റ് രണ്ടിടങ്ങളിലും തീപിടുത്തങ്ങൾ ഉണ്ടായി. ബുധനാഴ്ച ആരംഭിച്ച കാട്ടുതീയിൽ ഒരാൾ മരിച്ചു. ഒഫുനാറ്റോ മുനിസിപ്പാലിറ്റിയുടെ കണക്കനുസരിച്ച് വെള്ളിയാഴ്ച വരെ സമീപത്തുള്ള 1000-ലധികം താമസക്കാരെ ഒഴിപ്പിച്ചു. ഇതിനകം 80-ലധികം വീടുകളും മറ്റ് കെട്ടിടങ്ങളും കത്തിനശിച്ചു എന്നാണ് റിപ്പോർട്ട്. 2023-ൽ ജപ്പാനിലുടനീളം ഏകദേശം 1300 കാട്ടുതീകൾ ഉണ്ടായിട്ടുണ്ട്. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ വായു വരണ്ടുപോകുകയും കാറ്റ് ശക്തി പ്രാപിക്കുകയും ചെയ്ത സമയത്താണ് ഇവ പ്രധാനമായും ഉണ്ടായത്. ഈ മാസം ഒഫുനാറ്റോയിൽ 2.5 മില്ലിമീറ്റർ മഴ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.